തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്നലെ ഒരു നല്ല ഇനിഷ്യേറ്റീവ് നടന്നിട്ടുണ്ട്. രണ്ട് കാര്യം നടന്നു. അതിലൊന്ന് ഒരു കാര്യം, അത് കാരണം ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വേണ്ടി നിറപുത്തരി കൊണ്ടുപോകാനുള്ള കുറച്ച് നെല്ല് നട്ട ഒരു പരിപാടി, ഞാറ് നടുന്ന പരിപാടി, അത് ഒരു പ്രോഗ്രാം എന്നുള്ള നിലയിൽ. പക്ഷെ അതിനേക്കാൾ വളരെ മനോഹരമായൊരു പരിപാടി ഇന്നലെ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് അത് രാവിലെ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെയാണ് വേണ്ടത്. മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടി എല്ലാ വർഷവും 1 ലക്ഷം രൂപ വീതം 100 വാർഡിനായിട്ട് 1 ലക്ഷം രൂപ വീതം കോർപ്പറേഷൻ കൊടുക്കും. ഓരോ കൗൺസിലർക്ക് 1 ലക്ഷം രൂപ ചിലവാക്കാം. കഴിഞ്ഞ 10, 40, 50 വർഷമായി ഈ 1 ലക്ഷം രൂപ വെള്ളത്തിൽ ഇടുന്നത് പോലെയാണ്. എന്തെങ്കിലുമൊക്കെ കുറേ ചപ്പ് ചവറും കുറേ ഓടയിൽ അവിടെ ഇവിടെയൊക്കെ വാരി അതിൻ്റെ കരയിൽ തന്നെ വയ്ക്കും. അടുത്ത മഴ വരുമ്പോൾ അതെല്ലാം കൂടി ഓടയിൽ തന്നെ ഒലിച്ച് വീഴും. ആകെ നാശക്കോട്ടയാണ്. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെടുത്തി ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി ബിജു പ്രഭാകർ കളക്ടറായിരുന്നു. അദ്ദേഹം ഇപ്പോൾ റിട്ടയറായി. കളക്ടറായിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ജിജി തോംസൺ ചീഫ് സെക്രട്ടറി ആയിരുന്ന സമയത്ത്, ഞാനന്ന് സിസ്റ്റത്തിലുള്ള സമയമാണ്, ഞാനും ഈ ബിജു പ്രഭാകരൻ IAS അവർ ആവശ്യപ്പെട്ട പ്രകാരം തമ്പാനൂർ ഈസ്റ്റ് കിഴക്കേക്കോട്ട ഭാഗത്തെ വെള്ളപ്പൊക്കത്തിൻ്റെ ഡ്രെയിനേജ് പാറ്റേൺ, മഴ പെയ്താൽ നീരൊഴുക്ക് എങ്ങോട്ടാണ്, എവിടെയൊക്കെയാണ് വെള്ളം കെട്ടുന്നത്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നതിനെ സംബന്ധിച്ച് വളരെ തറവായിട്ടുള്ള ഒരു പഠനം നടത്തി കൊടുത്തിരുന്നു. 5ഓളം എഞ്ചിനീയർമാർ, എഞ്ചിനീയർമാരെ അന്ന് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ജോലിക്കെടുത്ത് അതിനുവേണ്ടി മാത്രം ഒരു 1-2 മാസക്കാലം നീണ്ടു നിന്ന വളരെ വിശദമായ പഠനം നടത്തി കൊടുത്തിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് തമ്പാനൂർ ഭാഗത്തെയും ഈസ്റ്റ് പോർട്ട് ഭാഗത്തെയും വെള്ളപ്പൊക്ക നിവാരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത്. ഇതിനോടനുബന്ധമായി പറയേണ്ടത്, മേലെ തമ്പാനൂരുള്ള കപിൽ എന്ന് പറയുന്ന പഞ്ചായത്ത് വകുപ്പിൽ ജോലി ചെയ്യുന്ന ഒരാളിൻ്റെ വീട്ടിൽ, ആ സംഗീത കോളേജിൻ്റെ അടുത്തായിട്ട് വരും, ഒരു വീട്ടിൽ, അതുപോലെ തന്നെ പ്രൊഫോസ് ബുക്കിൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ, അങ്ങനെ പല സ്ഥലങ്ങളിലും മഴവെള്ള സംഭരണവും ഭൂജല പരിപോഷണവും നന്നായി ചെയ്തിരുന്നു. അന്ന് വലിയ വാർത്ത വന്നിരുന്നു. എല്ലാ പത്രങ്ങളും ചാനലുകളും ഒക്കെ ചെയ്ത വാർത്ത, അത് ഞാനായിരുന്നു എൻ്റെ സാങ്കേതിക സഹായം കൊടുത്തിരുന്നത്. അപ്പം നഗര മഴവെള്ള സംഭരണം വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് വൻകിട കെട്ടിടങ്ങൾ ധാരാളമുണ്ട്, സ്പേസ് ഉണ്ട്, മന്ത്രിമന്ദിരങ്ങളുണ്ട്, കോർപ്പറേഷനിൽ സ്ഥലങ്ങളുണ്ട്, പൊതു ഓഫീസുകൾക്ക്, പബ്ലിക് ഓഫീസുകൾക്ക് സ്ഥലങ്ങളുണ്ട്, നിയമസഭയ്ക്ക് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട് തിരുവനന്തപുരത്ത്. ഇവിടെയെല്ലാം മഴവെള്ള സംഭരണം കൃത്യമായി നടപ്പിലാക്കിയാൽ ജലക്ഷാമവും പരിഹരിക്കാം, പിന്നെ കാരണം മറ്റേ വെള്ളപ്പൊക്കവും നിയന്ത്രിക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ കപിലിൻ്റെയൊക്കെ വീട്ടിൽ ചെയ്തു എന്ന് പറയുന്ന പോലുള്ള ഭൂജല അറകൾ, ഗ്രില്ലറകൾ തീർത്തു കഴിഞ്ഞാൽ ഭൂജല സംരക്ഷണം നന്നായി നടക്കും. ഇതും കോർപ്പറേഷൻ ഏറ്റെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. അർബൻ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, നഗര മഴവെള്ള സംഭരണം വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ്. രാജ്യത്താകെ പല നഗരങ്ങളിലും ഇത് പരീക്ഷിച്ചിട്ടുള്ളതാണ്. ചെന്നൈ അടക്കമുള്ള നഗരങ്ങളിൽ ഇതെല്ലാം ധാരാളമായി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മഴവെള്ള സംഭരണത്തിൻ്റെയും ഭൂജല പരിപോഷണത്തിൻ്റെയും ഒരുപാട് മാർഗങ്ങൾ തിരുവനന്തപുരത്ത് ചെയ്യാൻ കോർപ്പറേഷൻ മുൻകൈയെടുക്കണം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ, പിന്നെ റോഡ് ഫണ്ട് ബോർഡ്, പിന്നെ PWD, ഇങ്ങനെ എല്ലാവർക്കും കൂടി പിന്നെ കോർപ്പറേഷൻ എല്ലാവർക്കും കൂടി ചേർന്നിട്ടുള്ളതാണ് തിരുവനന്തപുരത്തെ ഓടകളും ആമേഴിഞ്ചേത്തോടും ഈ പറയുന്ന സംവിധാനമെല്ലാം. ഇതെല്ലാം നിറഞ്ഞു കിടക്കുകയായിരിക്കും. മണ്ണ് വന്ന് നിറയും, പിന്നെ അതുപോലെ തന്നെ ചപ്പ് ചവറുകൾ വന്ന് നിറയും, പ്ലാസ്റ്റിക് വന്ന് നിറയും. ഇപ്പോൾ ഹാൻഡെക്സിൻ്റെ അടുത്തുള്ള രാജാജി നഗർ, അതായത് തമ്പാനൂർ ഈ ചെങ്കൽച്ചൂളയ്ക്കടുത്തുള്ള രാജാജി നഗർ, ഹാൻഡെക്സിൻ്റെയൊക്കെ അടുത്തുള്ള അവിടെ ടൺ കണക്കിനാണ് മാലിന്യങ്ങൾ കിടക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ തമ്പാനൂർ, ഈസ്റ്റ് പോർട്ട്, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ ഓടകളിൽ കിടപ്പുണ്ട്. ഇതെല്ലാം മാറാനുള്ള പണി ഇപ്പോഴേ ആരംഭിച്ചത് അഭിനന്ദനാർഹമാണ്. കാരണം ഈ ഏപ്രിൽ മെയ് മാസങ്ങൾ കൊണ്ട് മഴക്കാലം വരുമ്പോൾ സമ്പൂർണ്ണമായി അത് വാരി കളഞ്ഞ്, അത് വാരി ഒരിടത്തുനിന്ന് വാരി അടുത്തടുത്ത് കൊണ്ടിടരുത്, വീണ്ടും ഒലിച്ചതിനകത്ത് തന്നെ വരും. അത് വാരി സമ്പൂർണ്ണമായി സംസ്കരിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനം ആരംഭിച്ചത് തീർച്ചയായിട്ടും 1.5 മാസക്കാലത്തോളം സമയം കിട്ടും. ഭംഗിയായി എല്ലാ ഓടകളും ക്ലീൻ ചെയ്തിടാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഓടകൾ ക്ലീൻ ചെയ്യും പോലെ പ്രധാനമാണ് ഞാൻ ഈ പറഞ്ഞ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളും മഴവെള്ള സംഭരണത്തിൻ്റെ കാര്യങ്ങളും ഭൂജല പരിപോഷണത്തിൻ്റെ കാര്യങ്ങളും കൂടി ചെയ്താൽ തീർച്ചയായിട്ടും നന്നായി നമുക്ക് തിരുവനന്തപുരത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കഴിയും. വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും ഒഴിവാക്കുന്നതിന് ഞാൻ ഈ പറഞ്ഞ മഴവെള്ള സംഭരണ ഭൂജല പരിപോഷണ പരിപാടികൾക്ക് നഗരത്തിൽ വലിയ പങ്കുണ്ട്. തിരുവനന്തപുരം നഗരം
പാളയം കുന്ന്, തൈക്കാട് കുന്ന്, ബാർട്ടൺ ഹിൽ സാഹിബിൻ്റെ കുന്ന്, കനകക്കുന്ന്, ലാക്കുളയിരിക്കുന്ന ബാർട്ടൺ ഹില്ല്, ഇങ്ങനെ 8ഓളം കുന്നുകളുടെയും, പാളയമൊക്കെ ഒരു ഹൈറ്റിലിരിക്കുന്ന സ്ഥലമാണ്. നന്ദാവനം തൊട്ട് താഴേക്ക് ഇറക്കമാണ്. അപ്പോൾ പിന്നെ ആയുർവേദ കുളം ഇരിക്കുന്ന ഒരു കുറച്ച് ഹൈറ്റിലുള്ളതാണ് ഇരിക്കുന്നത്. ഒരു നിരപ്പായ സ്ഥലമാണെങ്കിലും പോകുമ്പോൾ നമ്മൾ നിരപ്പാണെങ്കിലും അവിടെ പിന്നെ കുന്നാണ്. തമ്പാനൂർ കുന്നിലാണ് അതിരിക്കുന്നത്. അതിൻ്റെ താഴ്വാര പ്രദേശമാണ് ആ പറയുന്ന SS കോവൽ റോഡ് മറ്റു കാരണം. അതാണ് ഈ വെള്ളപ്പൊക്കം വരുന്നത്. അപ്പോൾ ഉയർന്ന സ്ഥലവും താഴ്ന്ന സ്ഥലവും, ഉയർന്ന സ്ഥലത്ത് വീഴുന്ന വെള്ളം കൃത്യമായി വളരെ പെട്ടെന്ന് താഴ്ന്നു വരുന്നു. ഇപ്പോൾ തൈക്കാട് കുന്നിൽ വീഴുന്ന വെള്ളം മോഡൽ സ്കൂളിൻ്റെ സൈഡിൽ കൂടി വളരെ പെട്ടെന്ന് തിരുവനന്തപുരത്ത് എത്തും. എവിടെ? തമ്പാനൂരെത്തും. ഇത് എന്തുകൊണ്ട് നേരത്തെ എത്തിയിരുന്നില്ല, പണ്ട് കാലത്ത് ഇത് വരുന്നിരുന്നില്ല എന്ന് ചോദിച്ചാൽ, എരുമകളെ കുളിപ്പിക്കുന്ന എരുമക്കുളം ഉണ്ടായിരുന്നു. അതാണിപ്പോൾ മോഡൽ സ്കൂളിൻ്റെ അടുത്തുള്ള പിന്നെ മൈതാനം, ഇപ്പോൾ കുട്ടികൾ കളിക്കുന്ന മൈതാനം, അത് എരുമക്കുളമായിരുന്നു. പാത്രക്കുളം ഉണ്ടായിരുന്നു. മാഞ്ഞാലിക്കുളം ഗ്രൗണ്ട് SMB സ്കൂളിൻ്റെ അടുത്തുള്ള കുട്ടികൾക്ക് കളിക്കാനെന്ന് പറഞ്ഞ് തമ്പാനൂർ ഒരു മാഞ്ഞാളിക്കുളം ഗ്രൗണ്ടുണ്ട്. അതുപോലെ തന്നെ താമരക്കുളം ഉണ്ടായിരുന്നു. അതായത് അനന്തപത്മനാഭസ്വാമിക്ക് താമരപ്പൂ കൊണ്ടുപോകുന്നതിനും സ്ത്രീകൾ കുളിക്കുകയൊക്കെ ചെയ്യുന്ന മനോഹരമായ താമരക്കുളം SAP നന്ദാവനം SAP ക്യാമ്പസിനകത്ത് ഉണ്ടായിരുന്നു. ഇപ്പോഴും ചെറിയ കുളമുണ്ട്. അതൊക്കെ വേണമെങ്കിൽ വലുതാക്കി അവിടെ ധാരാളം വെള്ളം പിടിക്കാൻ കഴിയും. ആ ഭാഗത്തെ വെള്ളമെല്ലാം അവിടെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ പാളയം ഭാഗത്തെ വെള്ളം അവിടെ അറസ്റ്റ് ചെയ്യാം. തമ്പാനൂർ ഭാഗത്തെ വെള്ളം ഞാനീ പറഞ്ഞ പോലെ ഓരോ സ്ഥലത്ത് അങ്ങനെ 6-7, പിന്നെ പാത്രക്കുളം, പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഇങ്ങനെ ഒരുപാട് കുളങ്ങളുടെയും തോടുകളുടെയും മലകളുടെയും കുന്നുകളുടെയും നഗരമായിരുന്നു തിരുവനന്തപുരം. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ കഴിഞ്ഞ 10-50 വർഷക്കാലം ജീവിച്ചതിൻ്റെയും വീട് വെച്ചതിൻ്റെയും കെട്ടിടം വെച്ചതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന വെള്ളപ്പൊക്കം ഉണ്ടായത്. നമ്മൾ ഉണ്ടാക്കിയതാണ്. എന്നാൽ കൃത്രിമ ഭൂജല പരിപോഷണ മഴവെള്ള സംഭരണ പരിപാടികളും ഈ മഴക്കാല പൂർവ്വ പരിപാടികളും കൂടെ ചേർത്ത് ചെയ്താൽ വളരെ കൃത്യമായി നമുക്കിത് പരിഹരിക്കാൻ കഴിയും. അപ്പോൾ കോർപ്പറേഷൻ എന്തോ മീറ്റിങ്ങൊക്കെ ചേർന്നു, എക്സ്പേർട്ട് മീറ്റിങ്ങൊക്കെ ചേർന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ എന്തായാലും നല്ല കാര്യം. തീർച്ചയായിട്ടും കോർപ്പറേഷൻ കൂടി മുൻകൈ എടുത്തുകൊണ്ട് ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടി നടക്കട്ടെ. അതോടൊപ്പം തന്നെ ജൂൺ മാസത്തിൽ വരുന്ന മഴയെ പിടിക്കാനുള്ള മഴവെള്ള സംഭരണ പ്രചരണ പരിപാടികൾ കൂടി ആരംഭിക്കണം. അതിൽ കോർപ്പറേഷൻ ഗവൺമെൻറ്റിൽ തന്നെ നല്ലൊരു മഴവെള്ള സംഭരണിയൊക്കെ പണിയുക. മറ്റ് സ്ഥലങ്ങളിൽ മാതൃകാപരമായി മഴവെള്ള സംഭരണം പണിയുന്നവർക്ക് ആവശ്യമായ സാങ്കേതിക സഹായം സൗജന്യമായിട്ടോ അല്ലെങ്കിൽ ചെറിയ ഫീസൊക്കെ വെച്ചുകൊണ്ട് കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ കോർപ്പറേഷൻ പരിധിയിൽ നടക്കട്ടെ. എനിക്കുമൊക്കെ അതിനകത്ത് കുറേ കാര്യങ്ങൾ സംഭാവന ചെയ്യാൻ കഴിയും. ഒത്തിരി ആളുകൾ ഈ നാട്ടിലുണ്ട്. സന്നദ്ധ സംഘടനകൾ ധാരാളം ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാം ചേർത്തുകൊണ്ട് കൃത്യമായി നഗര മഴവെള്ള സംഭരണ ഭൂജല പരിപോഷണ മാർഗങ്ങൾ കൂടി ചെയ്താൽ തിരുവനന്തപുരം നഗരത്തിൽ രണ്ടുണ്ട് ഗുണം. ഉണ്ണിയപ്പം കഴിക്കുകയും ചെയ്യാം, പിന്നെ കഥകൾ കാണുകയും ചെയ്യാമെന്ന് പറഞ്ഞതുപോലെ മഴവെള്ള സംഭരണവും ഭൂജല പരിപോഷണത്തിലൂടെ ഒരു ജലസ്വാശ്രയത്വവും കിട്ടും. നമ്മുടെ വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും ഒഴിവാക്കാനും കഴിയും.